പാലക്കാട് എലപ്പുള്ളിയിലെ വൻകിട മദ്യനിർമ്മാണശാല നിർമ്മാണത്തിന് കണ്ടെത്തിയ ഭൂമി ഇപ്പോഴും കൃഷിക്ക് അനുയോജ്യമാണ് എന്ന് കണ്ടെത്തൽ. ഭൂമി തരം മാറ്റുന്നത് എതിർത്തുകൊണ്ട് കൃഷി ഓഫീസർ നൽകിയ റിപ്പോർട്ടിലാണ് കണ്ടെത്തൽ. ഭൂമി തരം മാറ്റാനുള്ള അപേക്ഷ റവന്യൂ വകുപ്പ് നിരസിച്ചത് കൃഷി വകുപ്പിന്റെ ഈ റിപ്പോർട്ടിനെ തുടർന്നാണ്. 24 എക്സ്ക്ലൂസീവ്. വൻകിട മദ്യനിർമ്മാണ പദ്ധതിക്ക് അനുകൂല നിലപാടല്ല CPI തുടക്കം മുതൽ സ്വീകരിച്ചത്. അതിനു പിന്നാലെയാണ് രണ്ട് CPI മന്ത്രിമാരുടെ വകുപ്പുകളിൽ നിന്ന് എലപ്പുള്ളി പദ്ധതിക്ക് കടും വെട്ടുവന്നത്. വൻകിട മദ്യനിർമ്മാണശാലയ്ക്കായി ഭൂമി തരം മാറ്റാനുള്ള അപേക്ഷ ഒയാസിസ് കമ്പനി റവന്യൂ വകുപ്പിനാണ് സമർപ്പിക്കുന്നത്. ഈ അപേക്ഷ അനുസരിച്ച് സ്ഥലം പരിശോധിക്കാൻ എലപ്പുള്ളി കൃഷി ഓഫീസറോട് RDO നിർദ്ദേശിച്ചു. സ്ഥലം സന്ദർശിച്ച കൃഷി ഓഫീസർ ഭൂമി തരം മാറ്റുന്നത് എതിർത്ത് റിപ്പോർട്ട് നൽകി. ഈ റിപ്പോർട്ടാണ് പുറത്തുവന്നത്. ഡാറ്റാ ബാങ്കിൽ നിന്ന് പദ്ധതി പ്രദേശത്തെ ഒഴിവാക്കണമെന്ന അപേക്ഷ 5 മാസം മുൻപ് തന്നെ കൃഷി വകുപ്പ് തള്ളിയിരുന്നു. 2008 വരെ ഈ ഭൂമിയിൽ കൃഷിയുണ്ടായിരുന്നു. ഇപ്പോൾ തരിശു കിടക്കുകയാണ്. എന്നാൽ കൃഷിക്ക് അനുയോജ്യമായ ഭൂമി തന്നെയാണ്. ഈ സാഹചര്യത്തിൽ ഭൂമി തരം മാറ്റി നൽകരുതെന്ന് എലപ്പുള്ളി കൃഷി ഓഫീസർ റിപ്പോർട്ട് നൽകി. 2024 ഓഗസ്റ്റ് 29-നാണ് എലപ്പുള്ളി കൃഷി ഓഫീസർ RDOയ്ക്ക് റിപ്പോർട്ട് നൽകിയത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഭൂമി തരം മാറ്റാനുള്ള ഒയാസിസ് കമ്പനിയുടെ അപേക്ഷ പാലക്കാട് RDO തള്ളിയതിനൊപ്പം അനധികൃത നിർമ്മാണങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ കൃഷി വകുപ്പിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന് CPIM ആവർത്തിക്കുകയാണ്. CPI ഭരിക്കുന്ന 2 വകുപ്പുകളിൽ നിന്നുള്ള എതിർപ്പ് മുന്നണി തർക്കത്തിലേക്ക് നീങ്ങുമോ എന്നാണ് ഇനി അറിയേണ്ടത്. CPIയുമായി ഉഭയകക്ഷി ചർച്ച നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നാണ് CPMന്റെ പ്രതീക്ഷ. എലപ്പുള്ളിയിലെ വൻകിട മദ്യനിർമ്മാണശാലയ്ക്കെതിരെയുള്ള CPIയുടെ എതിർപ്പ് കൂടുതൽ പരസ്യമാവുകയാണ്. റവന്യൂ വകുപ്പിന് പിന്നാലെ കൃഷി വകുപ്പിന്റെ എതിർപ്പും പുറത്തു വന്നു കഴിഞ്ഞു. ഇനി 19-ന് നടക്കുന്ന LDF യോഗം നിർണായകമാണ്. അതേസമയം നിയമങ്ങൾ പാലിച്ചു മാത്രമേ മുന്നോട്ട് പോകൂ എന്ന CPM നേതാക്കൾ നിരന്തരം ആവർത്തിക്കുമ്പോൾ ഈ രണ്ട് എതിർപ്പും എങ്ങനെ മറികടക്കും എന്ന ചോദ്യവും നിർണായകമാണ്. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. ഇനി കമന്റ് ബോക്സിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ പതിവ് പോലെ ഒരുപാട് പ്രേക്ഷകർ വിവിധ വാർത്തകളുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കുന്നുണ്ട്. തട്ടിപ്പുകളുടെ വാർത്തകൾ നിരന്തരമായി പുറത്തു വരുന്നു. ആ തട്ടിപ്പിൻ്റെ സ്വഭാവത്തിൽ മാത്രമേ മാറ്റമുണ്ടാകുന്നുള്ളൂ. നമ്മൾ ഓരോരുത്തരും ജാഗ്രതയോടുകൂടി ആ കാര്യങ്ങളെ സമീപിക്കുക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ പോംവഴി എന്ന് ചൂണ്ടിക്കാട്ടുന്നു ആരിഫ് AP കളത്തൂർ എന്ന് പറയുന്ന പ്രേക്ഷകൻ. ഈ നിയമവിരുദ്ധ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വിപണിയിൽ സജീവമാകുന്നത് തടയേണ്ട ഉദ്യോഗസ്ഥർ എന്താണ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യം ദിലീപ് PC എന്ന് പറയുന്ന പ്രേക്ഷകൻ ഉയർത്തുന്നുണ്ട്. വിനീത് നാരായണൻകുട്ടി എന്ന് പറയുന്ന പ്രേക്ഷകൻ ഡൽഹി മുഖ്യമന്ത്രി ആരാകും എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും തീരുമാനമായോ എന്ന് ചോദിക്കുന്നു. അദ്ദേഹം അല്പസമയം മുമ്പ് നമ്മളതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും ഒടുവിൽ നടന്ന ചർച്ചകളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പങ്കുവച്ചതേ ഉള്ളൂ. ഒരുപക്ഷെ ഇന്ന് ആ തീരുമാനം വരാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. വളരെ തിരക്കിട്ട ചർച്ചകൾ അതുമായി ബന്ധപ്പെട്ട് BJPയിൽ നടക്കുന്നുണ്ട്. ചെക്ക് പോസ്റ്റുകളിൽ കൈക്കൂലിക്കാരുടെ എണ്ണം കൂടി വരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വരുന്നു. പക്ഷേ തടയാനുള്ള ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കാര്യക്ഷമമായി ഉണ്ടാവുന്നില്ല എന്ന വിമർശനം ഹമീദിനെ പോലുള്ള പ്രേക്ഷകർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അങ്ങനെ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രേക്ഷകർ കമൻറ്റുകൾ അറിയിക്കുന്നുണ്ട്. അനന്തകൃഷ്ണൻ്റെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ആർക്കൊക്കെയാണ് പങ്കുള്ളത്, ആരൊക്കെയാണ് അനന്തകൃഷ്ണൻ ഈ തട്ടിപ്പിന് സഹായം നൽകിയത് എന്നുള്ള കാര്യത്തിലൊക്കെ വ്യക്തത വരണം. ഇതിൽ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പങ്കെന്താണ് എന്നുള്ള കാര്യത്തിൽ അന്വേഷണത്തിലൂടെ വ്യക്തത വരണമെന്നൊക്കെ പ്രേക്ഷകർ ആവശ്യപ്പെടുന്നുണ്ട്. ശുഭസായാഹ്നം പറഞ്ഞുകൊണ്ട് ഈ വാർത്താ യാത്രയ്ക്കൊപ്പം ചേരുന്ന ഒരുപാട് പ്രേക്ഷകരുമുണ്ട്. സമയത്തിനനുസരിച്ച് കമൻറ്റുകൾ ഇനി നമുക്ക് വീണ്ടും പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് വായിക്കാം.